ചോദ്യപേപ്പർ ചോർച്ചയിൽ എംഎസ് സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹൈബ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്ന് 11 മണിക്കോടെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താനാണ് നിർദ്ദേശം. എംഎസ് സൊല്യൂഷൻസിലെ മറ്റ് ജീവനക്കാരെയും ചോദ്യം ചെയ്തേക്കും. സ്ഥാപന ഉടമ മുഹമ്മദ് ഷുഹൈബ് ഒളിവിൽ പോയ പശ്ചാത്തലത്തിലാണ് ഷുഹൈബിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയത്. ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയുടെ പരിഗണനയിലുണ്ട്. വിവരങ്ങളുമായി മേഘമാധവൻ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. കേരളത്തിനൊപ്പം കോഴിക്കോട് നിന്ന് മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിൻഷ. യെസ്, ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ വരികയാണ് ഷുഹൈബിന്റെ. അതുകൊണ്ട് തന്നെ ഏതായാലും ഷുഹൈബ് ഹാജരാകില്ല എന്ന് തന്നെ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ടാകും. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ എത്രത്തോളമാണ്? വിനിഷ, കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ ക്രൈംബ്രാഞ്ച് ചോദ്യപേപ്പർ ചോർന്നു എന്ന് കണ്ടെത്തിയ സാഹചര്യമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് കൂടിയാണ് എംഎസ് സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിന് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വേണ്ടി അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. അതേസമയം ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കും. ഇന്ന് ഷുഹൈബ് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാവില്ല എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരു പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതനുസരിച്ചായിരിക്കും അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാവുക എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒളിവിൽ പോയ പശ്ചാത്തലത്തിൽ വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിരന്തരം ഷുഹൈബ് തന്റെ യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു, മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയിരുന്നു. പക്ഷേ ഇതിൽ പ്രാഥമിക അന്വേഷണം നടന്നതിന് പിന്നാലെ ചോദ്യപേപ്പർ ചോർന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഷുഹൈബ് ഒളിവിൽ പോകുന്നത്. ഇതേ തുടർന്ന് കൂടിയാണ് അന്വേഷണ സംഘം ഷുഹൈബിനെ ചോദ്യം ചെയ്യുക എന്നൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അനുസരിച്ചായിരിക്കും തുടർന്നുള്ള നീക്കം എന്നതാണ് മനസ്സിലാക്കുന്നത്. 11 മണിയോടുകൂടിയാണ് കോടതി ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. എംഎസ് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെയും അവിടെ ജോലി ചെയ്ത അധ്യാപകരെയും ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ള നീക്കം കൂടിയാണ് നിലവിൽ അന്വേഷണ സംഘം നടത്തുന്നത്. കാരണം SLC പരീക്ഷ, അതിനൊപ്പം +1 പരീക്ഷയുടെയും ചോദ്യപേപ്പർ കൃത്യമായി തന്നെ ഈ എംഎസ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിൽ എങ്ങനെ വന്നു എന്നതാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. മറ്റ് യൂട്യൂബ് ചാനലുകളിലും സമാനമായ ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവരെ കേന്ദ്രീകരിച്ചുകൂടി നിലവിൽ അന്വേഷണം നടക്കുന്നു. നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, നേരത്തെ ഈ ഷുഹൈബിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഹാർഡ് ഡിസ്ക്, ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുത്തിരുന്നു, മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ഈ വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഫോറൻസിക് പരിശോധന നടത്തി എന്താണ് ഇതിലൊക്കെ തന്നെ ഏത് തരത്തിലുള്ള ഗൂഢാലോചനയാണ് നടന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഷുഹൈബിനെ ഏത് രീതിയിലാണ് ഈ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം പുറത്തു വരികയുള്ളൂ. ഏതായാലും അന്വേഷണം പ്രാഥമിക ഘട്ടം കടന്ന് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നു. ലുക്കൌട്ട് നോട്ടീസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഇതുവരെ അത്തരത്തിലൊരു നടപടികളിലേക്ക് പോയിട്ടില്ല. കാരണം ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. ശരി മേഘ.